നാളെ വിഷുവാണ്. ആശമാർ വിഷുദിനത്തിലും ഈ ഒരു സമരപ്പന്തലിൽ ഉണ്ടാകും എന്നാണ് പറയുന്നത്. എന്തായാലും ഇന്ന് 63-ാം ദിവസം ആശാവർക്കർമാരുടെ സമരം പിന്നിടുകയാണ്. വിഷുവിന് മുൻപെങ്കിലും നമ്മുടെ പിണറായി സർക്കാർ ഒരു വിഷു കൈനീട്ടമായി ഇവരുടെ വേതന വർധനവ് ഉൾപ്പെടെയുള്ള ഓണറേറിയം വർദ്ധിപ്പിക്കുക ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ പരിഗണിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ ആശാവർക്കർമാർക്കുണ്ടായിരുന്നു. എന്നാൽ അതും ഇപ്പോൾ ഏറെക്കുറെ നഷ്ടപ്പെട്ട അവസ്ഥയിലാണുള്ളത്. കാരണം നാളെ ഇനി പ്രവൃത്തി ദിനമല്ല. എന്തായാലും ഈ സംസ്ഥാന സർക്കാരിനില്ലാത്ത ഒരു അലിവ് നമ്മുടെ പൊതുസമൂഹത്തിലെ ഒരു വ്യക്തിക്ക് ഉണ്ടായിരിക്കുകയാണ്. ഒരു പെൻഷനർ ഈ ഒരു സമരവേദിയിലേക്ക് വിഷു കൈനീട്ടം അയച്ചിരിക്കുകയാണ്. 1001 രൂപയാണ് അയച്ചിരിക്കുന്നത്. എന്തായാലും നമ്മുടെ സംസ്ഥാന സർക്കാരിനില്ലാത്ത ഒരു മനസ്സലിവ് നമ്മുടെ പൊതുസമൂഹത്തിനുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ ഒരു വിഷു കൈനീട്ടം. 1001 രൂപയാണ് അയച്ചിരിക്കുന്നത്. എന്തായാലും നമുക്കിതിൽ നിന്നും വ്യക്തമാകാൻ സാധിക്കുന്നത്, അതായത് പൊതുസമൂഹത്തിൻ്റെ ഒരു പിന്തുണ പൂർണ്ണമായും ആശാസമരത്തിന് ഉണ്ട് എന്ന് തന്നെയാണ്. ഇന്ന് സമരം 63-ാം ദിവസം പിന്നിടുകയാണ്. സംസ്ഥാന സർക്കാർ ഇതുവരെയും നിങ്ങൾക്കൊരു മിനിമം വേതനം പ്രഖ്യാപിക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ഇപ്പോൾ വിഷു അടുത്തിരിക്കുകയാണ്. ഈ ഒരു സമരപ്പന്തലിലേക്ക് ഒരു പെൻഷനർ വിഷു കൈനീട്ടം അയച്ചിരിക്കുകയാണ്. എന്താണ് പറയുക? അതിൽ സന്തോഷമുണ്ട്, ഉള്ളിൻ്റെ ഉള്ളിൽ സന്തോഷമുണ്ട്. ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് കിട്ടുന്ന ഒരു വിഷു കൈനീട്ടമാണ്. അത് ഞങ്ങൾക്ക് അനുവദിച്ച് തരുന്ന ആ മനുഷ്യനും അറിഞ്ഞിട്ടില്ല ആ സാറിന് ദൈവം 100 അനുഗ്രഹം കൊടുക്കട്ടെ എന്ന്, കുടുംബത്തിനും കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ ഉള്ളിൽ പ്രയാസമുണ്ട്. ജപ്തിയുടെ ഇതിലും പ്രയാസത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. വിഷുവായിട്ടും പോകണമെന്ന് 30-ാം തീയതി ഈ മാസം. അങ്ങനെ എല്ലാ ദുഃഖത്തിലും കൂടെയാണ്, 2 ദുഃഖവും കൂടെയാണ് എനിക്കുള്ളത്. പിന്നെ ഒരു വിഷു കൈനീട്ടം എന്ന് പറയുമ്പോൾ അത് ഏറ്റവും വലിയ സന്തോഷത്തിലുമാണ്. എല്ലാവർക്കും കിട്ടുന്നതിൽ ഏറ്റവും വലിയ സന്തോഷം. ഒരാൾക്ക് മാത്രമായാലും സന്തോഷമേ ഉള്ളൂ. ഏതെങ്കിലും ഒരു ആശയ്ക്ക് കിട്ടും നമ്മൾ ഇത്രയും ദിവസം ഇങ്ങനെയെങ്കിലും ഞങ്ങൾ ആൾക്കാരെ അറിയുന്നല്ലോ എന്നുള്ളൊരു സന്തോഷം. കിടക്കാടത്തിൻ്റെ വലിയ എനിക്ക് പ്രയാസമുള്ളൂ സാർ, വേറെ ഒന്നും. ഞാൻ 30-ാം തീയതി കഴിയുമ്പോൾ ഏതെങ്കിലും ഞങ്ങളെല്ലാവരും ഇറങ്ങി മാറിക്കൊടുക്കണം. ഇന്നും വന്ന് കിടക്കുന്ന നോട്ടീസ്. അമ്മയുടെ വീട് എവിടെയാണ്? തിരുവല്ല. ഇന്നും വന്ന് നോട്ടീസ് ഇപ്പോൾ വിളിച്ചിരുന്നു. ജപ്തി ഭീഷണിയിലാണോ? ജപ്തി ഭീഷണിയിലാണ്. ഇന്നും നോട്ടീസ് വന്നത്. ഇപ്പം മോള് വിളിച്ച് പറഞ്ഞു, മരുമോള് ജപ്തി നോട്ടീസ് വീണ്ടും വന്ന് കിടക്കുന്നത് അടയ്ക്കാത്തോണ്ടുണ്ട്. എനിക്ക് ആ സങ്കടം. എനിക്ക് പറയേണ്ട ഒരു കാര്യം, ഇത്രയും ദിവസമായിട്ട് നമ്മുടെ സർക്കാർ കണ്ണ് തുറന്നില്ല. എന്നിട്ട് ആ പെൻഷനറിന് പിന്നെ അവർക്ക് നമുക്കൊരു കൈനീട്ടം തരാൻ വേണ്ടി അവരെ മനസ്സനുവദിച്ചല്ല. അപ്പം നമ്മളെ കേരളമല്ല, നമ്മുടെ ലോകം മൊത്തം നമ്മളെ നെഞ്ചോട് ചേർത്തല്ല ഈ ഇത്രയും രൂപ നമുക്ക് തരണമെങ്കിൽ എന്തായാലും അവരുടെ ആത്മാർത്ഥത, ഈ ആശമാർക്കൊപ്പം അവരെല്ലാവരും നമ്മളെ നെഞ്ചോട് ചേർക്കണമല്ല. നമ്മുടെ സർക്കാർ മാത്രം നമ്മളെ കാണുന്നില്ലെന്നേ ഉള്ളൂ. ആ ഒരു പ്രാർത്ഥന, ഈ വിഷുവിനെങ്കിലും കണ്ണ് തുറക്കണേന്നൊരു പ്രാർത്ഥന, ആ മനസ്സലിയണം, ആ ഒരു പ്രാർത്ഥനയുള്ളൂ. എന്തായാലും പെൻഷൻ പോലും കുടിശ്ശിക വരുത്തിയ ഈ ഒരു സർക്കാരിൻ്റെ ഭരണ കാലഘട്ടത്തിൽ ഈ ഒരു ആശാവർക്കർമാരുടെ സമരപ്പന്തലിലേക്ക് വിഷു കൈനീട്ടമായി 1001 രൂപ അയക്കുന്നത് എന്നത് ഏറെ വലിയൊരു സന്ദേശം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. അതായത് ഈ ഒരു സമരം അത്രയും ജെനുവിനാണ്. കാരണം ഈ ഒരു വേതനത്തിൽ ഈ ഒരു കാലഘട്ടത്തിൽ ജീവിക്കാൻ സാധിക്കില്ല എന്ന് പൊതുസമൂഹത്തിലെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. എന്നിട്ടും നമ്മുടെ സംസ്ഥാന സർക്കാർ ഇത് പരിഗണിക്കുന്നില്ല എന്നതാണ് ഏറെ ഖേദകരവും അത്ഭുതപ്പെടുത്തുന്നകരമായ ഒരു കാര്യമെന്ന് പറയുന്നത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.